ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചെറുവണ്ണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് വരുന്ന രണ്ട് പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ്. അതൊരു ഫ്രോക്ക് മോഡലിൽ പാനൽ കട്ട് പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആണ്. ബ്ലാക്കിൻ്റെ അകത്ത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ പ്രിന്റ് കാണാനായിട്ട്. ബ്ലാക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഈ ഒരു പ്രിന്റ് നല്ല ഭംഗിയായിട്ട്. അതുപോലെ തന്നെ യോക്ക് പോർഷൻ ആണെങ്കിലും നല്ല ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കട്ട് ബീഡ്സിന്റെയും വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും പ്രീമിയം ക്വാളിറ്റി റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. അതും പാനൽ കട്ട് പാറ്റേണിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും യൂനെക്കാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ യോക്ക് പോർഷനിൽ വരുമ്പോൾ പ്ലെയിൻ കളറിൽ വരുന്ന ബ്ലാക്കിന്റെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് കട്ട് ബീഡ്സിന്റെയും വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു യു പാറ്റേണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ പാനൽ കട്ട് പാറ്റേണിലാണ്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നിറയെ ഫ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സൈഡ് പോർഷനിൽ ഡോറി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് ടൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്ലീവ് 3/4 ആണ്. നമ്മുടെ യോക്ക് പോർഷൻ വരെ മാത്രമാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ, ഇതുപോലെ വരും. യോക്ക് പോർഷൻ ഇങ്ങനെയാണ്. ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ് ഇതാണ് കേട്ടോ. ഈ മെറ്റീരിയൽ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫ്രോക്ക് മോഡലിൽ തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലെയർ ആണ്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് പാനൽസ് ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പാനൽ കട്ട് പാറ്റേൺ. നമ്മൾ ഈ ലോക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ ഫുള്ള് പാനൽസ് ആണ് വന്നിരിക്കുന്നത്. നിറയെ പാനൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് ആണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് സ്ലീവ് വരുന്നത്. ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും 47 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുർത്തിയായിട്ടോ അതല്ല ഫ്രോക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പാകത്തിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 860. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ റയോണിലാണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഒരു മറൂൺ ടു ബ്രിക്ക് റെഡ് അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റുമാണ് ഇതിൽ വന്നിരിക്കുന്നത്. നല്ല ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രിന്റാണ്. നമ്മൾ എപ്പോഴും കോമൺലി കാണുന്ന ഒരു പ്രിന്റ് അല്ല കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പാകത്തിന്, സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അതും റയോൺ മെറ്റീരിയൽ വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഹൈനെക്കാണ്. നമുക്കിപ്പോൾ ദുപ്പട്ടയൊക്കെ ഒഴിവാക്കിയിട്ട് കുർത്തി സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു നെക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിൽ വരുമ്പോൾ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹെമേരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു സ്ലിറ്റ് ആണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് സ്ലിറ്റ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എലയിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു കുർത്തി നമുക്ക് വെയർ ചെയ്യാനായിട്ട്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് പ്രിന്റ് രണ്ട് പാറ്റേൺ പ്രിന്റ് വരുന്നുണ്ട്. നമ്മുടെ ഇതുപോലെയാണ്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പാറ്റേണിൽ വരുന്ന പ്രിന്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുർത്തിയുടെ ഹെമ്മേരിയയിലേക്കും ആ സെയിം തന്നെ പ്രിന്റ് വരുന്നുണ്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാം. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പാകത്തിനുള്ളൊരു കുർത്തിയാണ് ഇത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിതൗട്ട് ലൈനിങ്ങിലാണ്. നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എലയിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. സിമ്പിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഒരു 47-48 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 620. അടുത്ത കുർത്തി വന്നിട്ട് ഇത് നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന മസ്റ്റേർഡ് യെല്ലോന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ്. അതിൻ്റെ അകത്ത് റെഡ് കളറിലൊക്കെ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൽ പ്രിന്റ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. നല്ല ഭംഗിയായിട്ട് വരുന്ന പ്രിന്റ് ആണ്. അതും റയോൺ മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന റയോൺ മെറ്റീരിയൽ ആണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. ഈ റെയിനി സീസണിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു കുർത്തി വെയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. സെന്ററിൽ പടി കൊടുത്തിട്ട് ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. എലയിലാണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ആണ് കേട്ടോ. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം കാണിച്ചതിന്റെ സെയിം തന്നെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ആ കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ.
ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 620, 620. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചത് തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു വൈൻ ടു മജന്ത ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നെക്ക് ഹൈനെക്കാണ് വന്നിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ്ങിലാണ്, റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് നല്ല കംഫർട്ടബിളും അതുപോലെ തന്നെ ഈ പ്രിന്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കളറും നല്ല ഭംഗിയാണ്. കൺഫ്യൂഷൻ വരണ്ട കേട്ടോ. മറ്റേതൊരു ബ്രിക്ക് റെഡ് മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന വൈൻ ടു മജന്ത, ആ വൈൻ ടു വയലറ്റ് അങ്ങനെ പറയുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആണ് കളറ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 620, 620. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 2 പാറ്റേണിൽ വരുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. റയോൺ മെറ്റീരിയൽ വന്നിരുന്ന പ്രീമിയം റയോൺ മെറ്റീരിയൽ വന്നിരുന്ന കുർത്തിയാണ് ഫസ്റ്റ് കാണിച്ചത്. അതും പാനൽ കട്ട് പാറ്റേണിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിന്, പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കാണിച്ചത് സിമ്പിളായിട്ട് നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുർത്തീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ റയോൺ കുർത്തീസൊക്കെ ഫസ്റ്റ് വാഷ് കളറാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.